ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് +1 അറബി പരീക്ഷയിൽ കൃത്യമായിക്കൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനെ കുറിച്ചിട്ട് പറയുന്ന പാരഗ്രാഫാവും, അതല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്ന പാരഗ്രാഫാവും. ഇത് നമ്മളോട് പറയും ആ പുരുഷനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ദാരിസുൻ, ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് വിദ്യാർത്ഥിനിയാക്കി മാറ്റി എഴുതാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ സ്ത്രീയെ കുറിച്ച് പറയുന്ന പാരഗ്രാഫ് പുരുഷനാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പുരുഷനെ കുറിച്ച് എഴുതുന്ന പാരഗ്രാഫ് സ്ത്രീയെ ആക്കി മാറ്റുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സാറ് വളരെ പെട്ടെന്ന് പറയാൻ പോണത്. പല ആളുകളും വിചാരിക്കും ഇതിൻ്റെ മൊത്തം മീനിങ് ഞങ്ങൾക്ക് അറിയണ്ടേ, ഇതെല്ലാം ഞങ്ങൾക്ക് അത്ര അറബിയൊന്നും അറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ മാറ്റുക എന്ന് ചിന്തിക്കുന്ന ആളുണ്ടാവും. പക്ഷേ വെറും 5 മാറ്റങ്ങൾ, 5 ചേഞ്ചസ് മാത്രം നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് പാരഗ്രാഫ് നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് അറബി അത്ര ഒന്നും അറിയാത്ത കുട്ടികൾക്കും ഇതിന് മാർക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. റെഡിയാണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തേത് അല്ലേ, ഒന്നാമത്തേതിൽ എന്ത് ചെയ്യുന്നു? സ്ത്രീ ആകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക, അതേപോലെ തന്നെ പുരുഷനാകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടുമുള്ള ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പുരുഷനെക്കുറിച്ച് പറയുന്ന സെൻറ്റൻസിൽ അവൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഹുവ എന്നായിരിക്കും. ഇനി അപ്പോൾ അങ്ങനെ ഹുവ എന്ന് പറയുന്ന പുരുഷനെക്കുറിച്ച് പറയുന്ന സെൻറ്റൻസ് നമ്മൾ ആ സെൻറ്റൻസിനെ സ്ത്രീയാക്കി മാറ്റി എഴുതുമ്പോൾ ആരെക്കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് അയാളെക്കുറിച്ച് അവൻ എന്ന് വരുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവൾ എന്നാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ ഹുവ എന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ എന്താക്കി മാറ്റണം? അതിനെ അവൾ എന്ന് പറയാൻ ഉപയോഗിക്കുക ഹിയ. അപ്പോൾ നമ്മൾ ഒന്നാമത് ചേഞ്ച് എന്താണ്? ഹുവ എന്ന് വരുന്നിടത്ത് ഹിയ ആക്കി മാറ്റുക. ഇതേ ചേഞ്ചസ് തിരിച്ചുണ്ടാവും കേട്ടോ. സ്ത്രീയെക്കുറിച്ച് പറയുന്ന പാരാഗ്രാഫ് ആണെങ്കിൽ അതിനെ പുരുഷനാക്കി മാറ്റുമ്പോൾ സ്ത്രീയെക്കുറിച്ച് അവൾ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും, അവിടെ നമ്മൾ ഹിയക്ക് പകരം എന്ത് ചെയ്യണം? പുരുഷനാക്കി മാറ്റുമ്പോൾ ഹുവ കൊടുക്കണം. ആ ചേഞ്ച് ഇവിടെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്താണ്? ഇവിടെ ഹുവ ദാരിസുൻ എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ അത് ഹുവ അവൻ എന്നല്ലേ, അപ്പോൾ അത് മാറ്റി എഴുതുമ്പോൾ ഉണ്ടോ ഹിയ ദാരിസത്തുൻ ഉണ്ടോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹിയ, അങ്ങനെ ഹുവ എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം? ഹിയ എന്ന് മാറ്റണം. ഇനി രണ്ടാമത്തെ ചേഞ്ച് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? പുരുഷനെ കുറിച്ച് പറഞ്ഞ സെൻറ്റൻസിൽ അവൻ്റെ എന്ന് പറയാം. അവൻ്റെ വീട്, അവൻ്റെ ഉപ്പ, അവൻ്റെ സ്കൂള്, അവൻ്റെ ഉമ്മ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വാക്കിൻ്റെ കൂടെ ഹു എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹു എന്ന് കൊടുത്തെടുത്ത് അല്ലെങ്കിൽ ഹി എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ സ്ഥലത്ത് നമ്മൾ കൃത്യമായിക്കൊണ്ട് എന്ത് ചെയ്യണം? അവളുടെ എന്ന് കിട്ടാൻ വേണ്ടി നമുക്കത് ഹൂവിനെ എന്താക്കി മാറ്റിയാൽ മതി? ഹൂവിനെ നമ്മൾ ഹ എന്നാക്കി മാറ്റിയാൽ മതി. അല്ലെങ്കിൽ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ സെൻറ്റൻസിൽ ഹ എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവളുടെ എന്നുള്ള പകരം അവൻ്റെ എന്നാക്കിയാൽ മതി. അപ്പോൾ ഇത് നോക്കാം. ഹുവ യദ്റുസു ഫി സഫിതാസി യസ്കുനു മഅ ഉസ്റതിഹി ഉണ്ടോ? അവിടെ ഹി അവൻ്റെ ഫാമിലി എന്നുണ്ട് ഉണ്ടോ? അതേപോലെ തന്നെ വാലിദുഹു അവൻ്റെ ഉമ്മ, ഉമ്മുഹു വാലിദുഹു അവൻ്റെ ഉപ്പ, ഉമ്മുഹു അവൻ്റെ ഉമ്മ ഉണ്ടോ? ഇങ്ങനെ അതേപോലെ തന്നെ വത്തനഹു അവൻ്റെ നാട്. ഓക്കെ, അപ്പോൾ ഈ ഹു എന്നുള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹു കാണുന്നിടത്തൊക്കെ എന്താക്കി മാറ്റണം? ഹ ആക്കി മാറ്റണം അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഉസ്റതിഹ, വാലിദുഹ, ഉമ്മുഹ, അങ്ങനെ ആ മാറ്റങ്ങൾ വരും. ഇനി നേരെ തിരിച്ചുണ്ടാവും. സ്ത്രീകൾ വെച്ച് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യണം? പുരുഷനാക്കി മാറ്റുമ്പോൾ ഹാക്ക് വരെ ഹൂം കൊടുക്കണം. 2 ചേഞ്ച് മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും എന്ത് ചെയ്യുന്നവരോ പുരുഷനെ കുറിച്ച് പറയുന്ന വാക്കിൽ എന്തുണ്ടാവില്ല? ഈ താ ഉണ്ടാവില്ല. അവരെക്കുറിച്ച് ആ പാരാഗ്രാഫ് ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ ഭാഗത്ത് എന്തുണ്ടാവില്ല? ഈ താ ഉണ്ടാവില്ല. ഇപ്പോൾ ദാരിസുൻ എന്നാണ് പറയാം. ഓക്കെ, കാരണം അവൻ വിദ്യാർത്ഥിയാണ്. ദാരിസുൻ എന്ന് വേണ്ട, അവൻ വിദ്യാർത്ഥിയാണ് ദാരിസുൻ. പുരുഷൻക്ക് ആ താ ഉണ്ടാവില്ല. ഇവിടെ ആ പാരഗ്രാഫിൽ ആരെക്കുറിച്ചാണോ പാരഗ്രാഫ് പറഞ്ഞത് അവിടെ. നേരെ മറിച്ച് മദ്രസത്ത്, കറിയത്ത്, മക്തബത്ത് ആ വേറെ വാക്കുകൾക്ക് ഇത് ബന്ധമില്ല. ആ വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത്. ഇനിയോ ആ സാധനം തന്നെ സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ദാരിസുൻ വിദ്യാർത്ഥിയാണ്. അപ്പം എന്ത് ചെയ്യണം? അത് പെൺകുട്ടിയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? ദാരിസത്തുൻ എന്ന് കൊടുക്കണം അല്ലേ? തോലിബുൻ വിദ്യാർത്ഥിയാണ്, തോലിബത്തുൻ. തൊബീബുൻ ഡോക്ടറാണ്, തൊബീബത്തുൻ. മുഹന്ദിസുൻ എഞ്ചിനീയറാണ്, മുഹന്ദിസത്തുൻ. അങ്ങനെ ആക്കി മതി. എന്ന് വെച്ചാൽ സ്ത്രീയെക്കുറിച്ച് ആ പാരാഗ്രാഫിൽ പറയുന്ന ആളെ കുറിച്ചിട്ട് പറയുന്നിടത്ത് എന്തുണ്ടാവും? ഈ താ ഉണ്ടാകും. ഇതാണ് മൂന്നാമത്തെ ചേഞ്ച്. ക്ലിയർ ആയോ? യെസ്. എന്നാൽ എന്തല്ല, അതിന് വേറെ ഇപ്പോൾ കറിയത്ത് എന്ന് പറയുന്നത്, കറിയത്തിന് പുരുഷൻ്റെ ഗ്രാമത്തിനും സ്ത്രീയുടെ ഗ്രാമത്തിനും കറിയത്ത് തന്നെ പറയാം. പുരുഷൻ്റെ സ്കൂളിലും സ്ത്രീയുടെ സ്കൂളിലും മദ്രസത്ത് എന്നാണ് പറയാം. അപ്പോൾ കോമൺ ആയി പറയുന്ന കാര്യങ്ങൾക്ക് അത് ബാധകമല്ല. ആരെ കുറിച്ചിട്ട്? ഈ പാരഗ്രാഫിൽ പറയുന്ന ആളെ കുറിച്ചിട്ട് പറയുന്ന
അവൻ വിദ്യാർത്ഥിയാണ് തോലിബുൻ, അവൾ വിദ്യാർത്ഥിനിയാണ് തോലിബത്തുൻ. ആ ചേഞ്ച് ഉണ്ടാകും. മൂന്നാമത്തെ മാറ്റം എന്താണ്? പുരുഷനെ കുറിച്ച് പറഞ്ഞിടത്ത് താ ഉണ്ടാവും, ആ താ ഉണ്ടാവില്ല. ആ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ത്രീനെ കുറിച്ച് അത് സ്ത്രീയാക്കി മാറ്റുമ്പോൾ ആ ആളെക്കുറിച്ച് പറഞ്ഞിടത്ത് എന്ത് ചെയ്യണം? താ കൂട്ടിയിട്ട് എഴുതണം. ഉദാഹരണം എന്താ പറഞ്ഞത്? ഹുവ ദാരിസുൻ എന്നാണ്. അപ്പോൾ ഹി എന്താണ്? ദാരിസത്ത് എഴുതണം. നാലാമത് ചേഞ്ച് ഇതിൽ പിന്നെ മുലാരി ആയിട്ടുള്ള ഫീലാണ്. മുലാരി ആയിട്ടുള്ള ഉദാഹരണത്തിന് യഅ്മലു എന്നുള്ള മോഡൽ യഅ്മലു, യക്തുബു, യദ്ഹബു, യാ കൊണ്ട് തുടങ്ങുന്ന 4 അക്ഷരങ്ങളുള്ള അല്ലെങ്കിൽ ഈ മുലാരി ആയിട്ടുള്ള ഫീലുകൾ ഉണ്ടാവും. ഈ മുലാരി ആയിട്ടുള്ള ഫീലിൻ്റെ പ്രത്യേകത അത് പുരുഷനാണെങ്കിൽ അത് യാ കൊണ്ടാണ് തുടങ്ങുക. ഇവിടെ നോക്കൂ, പിന്നെ യദ്റുസു അവൻ പഠിക്കുന്നു കണ്ടോ, യാ കൊണ്ടാണ് തുടങ്ങിയത്. യസ്കുനു അവൻ താമസിക്കുന്നു കണ്ടോ. യുക്രിമു അവൻ ആദരിക്കുന്നു. യുഹിബു അവൻ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു കണ്ടോ. എല്ലാ മുലാരിയായിട്ടുള്ള വാക്കും എങ്ങനെയാണ് തുടങ്ങിയത്? യാ കൊണ്ടാണ് തുടങ്ങുക. പുരുഷനെ കുറിച്ച് പറയുന്ന മുലാരിയ വാക്ക് യാ കൊണ്ടാണ് തുടങ്ങുക. അത് നമ്മൾ സ്ത്രീയാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? സ്ത്രീയാക്കി മാറ്റുമ്പോൾ ഒറ്റ ചേഞ്ച് ചെയ്താൽ മതി. ആ യാക്ക് പകരം എന്ത് ചെയ്യുക? താ ആക്കുക അല്ലേ, തഅ്മലു എന്നുള്ള മോഡലിലാക്കുക അല്ലേ. എന്ന് വെച്ചാൽ യഅ്മലു എന്നുള്ള മോഡലിൽ നിന്ന് ആ യാക്ക് പകരം പുരുഷനെ സ്ത്രീയാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? സ്ത്രീയാക്കി മാറ്റുമ്പോൾ അതിനെ നിങ്ങൾ പിന്നെ തഅ്മലു എന്നുള്ള മോഡലിലാക്കി മാറ്റുക. എന്ന് വെച്ചാൽ യദ്റുസു എന്നുള്ളതിനെ തദ്റുസു ആക്കുക, യസ്കുനു എന്നതിനെ തസ്കുനു ആക്കുക, യുക്രിം എന്നതിനെ തുക്രിമാക്കുക, യുഹിബു എന്നതിനെ തുഹിബു ആക്കുക. അപ്പോൾ എന്താണ്? മുലാരി ആയിട്ടുള്ള ഫിഅൽ ഉണ്ടെങ്കിൽ അതിന് പുരുഷനാണെങ്കിൽ അത് യാ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അതിനെ സ്ത്രീയാക്കി മാറ്റുമ്പോൾ താ കൊണ്ടാക്കി മാറ്റണം. ഇനി സ്ത്രീയെക്കുറിച്ചുള്ള പാരാഗ്രാഫാണോ മുലാരി ആയിട്ടുള്ള ഫിഅൽ ഉണ്ടെങ്കിൽ ആ വാക്കിന് എന്ത് ചെയ്യണം? അതിനെ താ ഒഴിവാക്കിയിട്ട് അതിനെ യാ ആക്കി മാറ്റും. സ്ത്രീയാക്കി പുരുഷനാക്കി വേണം യാ ആക്കി മാറ്റണം. 4 ചേഞ്ച് മനസ്സിലായല്ലോ. 5ാമത്തെ ചേഞ്ച് ഇതിലുണ്ടാവില്ല. ഇതേപോലെ ശ്രദ്ധിക്കേണ്ടത് മാളി ആയിട്ടുള്ള ഫിഅൽ ഉണ്ടാവും. മാളി ആയിട്ട് ദഹബ, കത്തബ, ജലസ ഇങ്ങനെ നോർമലി 3 അക്ഷരങ്ങൾ കൊണ്ട് 4 അക്ഷരങ്ങൾ കൊണ്ട് വരുന്ന നോർമലി വാക്ക് ദഹബ, കത്തബ, ജലസ. ഈ വാക്കുകൾ നോർമൽ വാക്ക് എപ്പോഴും പുരുഷനെ കുറിച്ചാണ് പറയാം. എന്നാൽ അതേ വാക്ക് ദഹബ എന്നുള്ള എന്ത് ചെയ്യും? ദഹബത്ത്. അത് സ്ത്രീയാക്കി മാറ്റുമ്പോൾ ഫഅലത്ത് എന്നുള്ള മോഡലിലേക്ക് വരും, താ കൂടും. ഫഅലത്ത് എന്നുള്ള മോഡലിലേക്ക് വരും. ദഹബ പുരുഷൻ പോയി, അത് സ്ത്രീയാക്കി മാറ്റുമ്പോൾ ദഹബത്ത്. കത്തബ പുരുഷൻ എഴുതി, സ്ത്രീയാക്കി മാറ്റുമ്പോൾ കത്തബത്ത്. ജലസ സ്ത്രീ ഇരുന്നു, പുരുഷനാക്കി മാറ്റുമ്പോൾ ജലസത്ത്. ഇനിയോ പിന്നെ കറഅത്ത് സ്ത്രീ വായിച്ചു എന്നല്ല, അത് പുരുഷനാക്കി മാറ്റുമ്പോൾ ത് ഒഴിവാക്കിയിട്ട് കറഅ മാത്രം എഴുതുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ സ്ത്രീ മാളിയായിട്ട് ഫീലാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ത് സ്ത്രീയിലുണ്ടാവുക, ത് ഒഴിവാക്കിയിട്ട് നോർമലാക്കിയിട്ട് എഴുതുക. പുരുഷനെ സ്ത്രീയാക്കി മാറ്റുമ്പോഴോ നോർമൽ വാക്കിൽ നിന്ന് മാളിയനെ ഇങ്ങോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആക്കിയിട്ട് എഴുതണം. ക്ലിയർ ആയല്ലോ. 1, 2, 3, 4, 5 ഈ 5 ചേഞ്ചുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പാരാഗ്രാഫിൻ്റെ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ 5 ചേഞ്ച് വെച്ച് മാറ്റി എഴുതിയാൽ ഇതിൻ്റെ ആൻസർ ഏറെക്കുറെ ശരിയാവും. ഈ ചേഞ്ചുകളും ഈ ട്രിക്സും മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സാമിന് ഇനി ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഒരു കാരണവശാലും ഒഴിവാക്കരുത്, നിർബന്ധമായിക്കൊണ്ട് എഴുതുകയും ആ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യണം. റെഡിയാണല്ലോ? ഓൾ ദ ബെസ്റ്റ്.